പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു മഴയത്ത് ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. മഹാരാഷ്ട്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പക്കോടിയാണിത്. നമ്മുടെ കേരള സ്റ്റൈലൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണല്ലേ, ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ അത് മടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മൾ കടലപ്പൊടി കൊണ്ടുള്ള പക്കോടിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടി തന്നെയാണ്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിൽ കട്ടയും കരടൊക്കെ കൂടുതലായിരിക്കും, അതൊക്കെ ഒന്ന് മാറ്റി കളയാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തത് ഇട്ടെടുക്കാം. ഒത്തിരി വലുതായിട്ടും കട്ട് ചെയ്യണ്ട, എന്നാൽ തീരെ ചെറുതാക്കുകയും ചെയ്യരുത് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് സ്ട്രക്ചറിനൊക്കെ ആയിട്ട് കുറച്ച് മസാലകൾ കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ടെടുത്തത്. 1/4 ടീസ്പൂൺ അജ്വൈൻ ഒന്ന് ഞെരടിയ ശേഷം ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇട്ടെടുത്താൽ മതി കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂൺ ആട്ടോ ഞാൻ ഇട്ടെടുത്തത്, അത് കറക്റ്റ് ആയിരുന്നു. പച്ചമുളക് 1 അല്ലെങ്കിൽ 2 ഇട്ടെടുക്കാം കേട്ടോ. എരിവ് ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. എരിവ് കുറഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും നല്ല ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടെടുക്കാം. ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കടലപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഇത്തിരി തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊരിച്ചെടുത്താൽ മതി. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുവരെയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. ഞാൻ വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ഇട്ട് പാകമാക്കി എടുത്തതാണ്. അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ പാകത്തിന് ഒഴിച്ചെടുത്താൽ മതി. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഈ ഒരു സമയത്ത് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ തിളച്ച ഓയിൽ ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പാകമാണ് കേട്ടോ. തീ മീഡിയത്തിലാട്ടോ വെച്ചേക്കുന്നത്. ഓയിൽ വല്ലാതെ അങ്ങ് തിളച്ച് ആവി വരണ സമയം വരെ ചൂടാവരുത്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാറ്റർ ഇതുപോലെ ഇട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് കൈവച്ച് ഇങ്ങനെ ഇട്ടെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്പൂണ് വെച്ച് കോരി ഇട്ടെടുത്താലും മതി. സ്പൂണിൽ ബാറ്ററി പിടിക്കാണ്ടിരിക്കാനായിട്ട് ആദ്യം തന്നെ സ്പൂണ് പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ തിളച്ച ഓയിലിൽ തന്നെയാണെങ്കിലും ഒന്ന് മുക്കുക. അതിനുശേഷം ബാറ്ററി കുറച്ചായിട്ട് കോരി എണ്ണയിലേക്ക് ഇട്ടെടുത്താൽ മതി. ഓയിൽ വല്ലാതെ ചൂടായി പുകഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മൾ ബാറ്ററി വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ചൂട് വല്ലാതെ കുറഞ്ഞിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്കോട ഓയിൽ കുടിക്കും. അതുപോലെ തന്നെ അകത്തൊക്കെ നല്ലൊരു സ്ട്രക്ചറിൽ കിട്ടില്ല കേട്ടോ. ഓയിലിൽ മുങ്ങി കിടക്കാൻ പാകത്തിന് അത്യാവശ്യം കൊള്ളുന്ന അത്രയും ഇതേപോലെ ഇട്ടെടുക്കാം. പക്കോട ഒന്ന് ഷേപ്പ് ആവാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ കംപ്ലീറ്റ് പക്കോടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുറച്ച് കടലപ്പൊടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മഴത്തൊക്കെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണിത്. എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. നല്ല ക്രിസ്പി ആട്ടോ. പുറത്തുനിന്നൊക്കെ നല്ല ക്രിസ്പിയാണ്. അകത്താണെങ്കിലും നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടേക്കണോണ്ട് നല്ലൊരു സ്ട്രക്ചറാണ് അകത്തുള്ളത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കണേ. താങ്ക് യു ഓൾ.